ഗൈസ്, ഇതെനിക്ക് സന്തോഷമായ ഒരു ദിവസമായിരുന്നു. മറൈൻ ഡ്രൈവിൽ എറണാകുളത്ത് ഒരു മറൈൻ ഇൻ എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ച് എനിക്ക് കേക്ക് ബേക്കിംഗ് പഠിച്ച ഞങ്ങളുടെ സാറും മിസ്സും ഞങ്ങൾക്ക് സ്റ്റുഡൻസിനെല്ലാം പിന്നെ ഒരു മീറ്റപ്പ് ഈ എറണാകുളത്ത് മറൈൻ ഡ്രൈവിലുള്ള മറൈൻ ഇൻ ഹോട്ടലിൽ വെച്ച് ഈ ജാനുവരി മാസം 17-ാം തീയതി ശനിയാഴ്ച ഞങ്ങൾക്കൊരു മീറ്റപ്പ് വെച്ചു. മിസ്സിൻ്റെ അമ്മായിച്ചനും മിസ്സിൻ്റെ സ്വന്തം അച്ഛനുമാണത്. പുറയിൽ മിസ്സിൻ്റെ അമ്മയും അമ്മായിമ്മയും. അവർക്കും ഒരു ആദരവൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഈ മീറ്റപ്പിലേക്ക് ക്ഷണിച്ച് അവരെയൊക്കെ പാലക്കാട് നിന്ന് അവരെല്ലാം ഒരുമിച്ച് തലേദിവസമേ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ച് മിസ്സിൻ്റെ റിലേറ്റീവ്സും ഒക്കെ, റിലേറ്റീവ്സ് മീൻസ് സിബ്ലിങ്സ്, അതായത് നമ്മളുടെ ഭർത്താവിൻ്റെ സഹോദരങ്ങളും മിസ്സിൻ്റെ സഹോദരങ്ങളും അങ്ങനെയുള്ള വരാൻ പറ്റുന്നവരും ഒക്കെ വന്ന് ഞങ്ങൾ സ്റ്റുഡൻസും എല്ലാം വന്ന് ഞങ്ങൾക്ക് ബാപ്പായും ഉമ്മായും ഒക്കെ ഞങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അവിടെ വെച്ച് പറഞ്ഞു തന്നു. മിസ്സിനെ പറ്റി സാറിനെ പറ്റിയൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഓരോരുത്തർ മീറ്റപ്പിൽ ഞങ്ങളുടെ ഈ ബാച്ചിൽ 1000 പേരോളം ഉള്ളത്. പക്ഷേ 100-200 പേരെ വന്നുള്ളൂ. കാരണം എല്ലാവരും വിദേശത്തൊക്കെയാണ്. പക്ഷെ ബാംഗ്ലൂരും ഉള്ള എന്നെപ്പോലുള്ള ഇച്ചിരി ദൂരമുള്ളവരും ഒക്കെ വന്നിരുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷം. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെയുള്ള ഹോട്ടൽസിലൊക്കെ പ്രോഗ്രാമിലൊക്കെ ട്രെയിനിങ്ങിനൊക്കെ ഞാൻ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ട്രെയിനിങ്ങിനും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും 1997 എറണാകുളത്ത് അബാദിലൊക്കെ ഞാൻ ട്രെയിനിങ്ങിനുമൊക്കെ ഹീറോ ഹോണ്ടയിൽ ജോലി ചെയ്തപ്പം വന്നിട്ടൊക്കെ ഉള്ളതാണ്. പക്ഷെങ്കിൽ ഇതാണ് എൻ്റെ മിസ്സ്. പക്ഷെങ്കിൽ എനിക്ക് അതൊന്നും ആയിരുന്നില്ല കേട്ടോ. ഭയങ്കര മറക്കാൻ മേലാത്തൊരു ദിവസമായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ മംഗലാപുരത്തുനിന്ന് വെള്ളിയാഴ്ച പുറപ്പെട്ട് എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ വന്ന് എറണാകുളത്ത് എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി താമസിക്കുന്ന ഞാൻ അവിടെ വന്ന് ഞാനും എൻ്റെ ഇളയ മകൻ ആരണും കൂടെ ഞങ്ങൾ ഒരുമിച്ച് എറണാകുളത്ത് താമസിച്ച് അനിയത്തിയുടെ വീട്ടിൽ താമസിച്ച് അവിടുന്ന് ശനിയാഴ്ച രാവിലെ ഞങ്ങൾ മീറ്റപ്പിനൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ, 10-15. അപ്പോൾ അനീത്തി സ്കൂട്ടറിൽ എന്നെ കയറ്റി അനീത്തിയുടെ മോൾ അവളുടെ ബുള്ളറ്റേൽ എണ്ണ ഇരുത്തി ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് അവിടെ ഹോട്ടലിൽ കൊണ്ട് ഞങ്ങൾ ഇറക്കി വിട്ടു. അപ്പം ഞങ്ങൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് 5 മണി വരെ, രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെയായിരുന്നു പ്രോഗ്രാം. ഡാൻസിൻ്റെ ABCD അറിയാത്ത ഞാൻ ഒരു മടിയില്ലാതെ സ്റ്റേജിൽ കയറി എല്ലാവരുമായിട്ട് ജീവിതത്തിലാദ്യമാണ് ഡാൻസ് കളിക്കുന്നത്. എനിക്ക് ഈ ക്രിസ്മസിന് ഇപ്രാവശ്യം വീട്ടിൽ ചെന്നപ്പം എൻ്റെ അനിയന്മാരുടെ കൂടെ ഞാൻ അവിടെ ആദ്യമായിട്ട് ഡാൻസ് കളിച്ചു. ഡാൻസ് എന്ന് പറയുമ്പോഴേ ഓടി മറിയും. കാരണം എനിക്ക് ഒട്ടും അറിയത്തില്ല. എനിക്ക് ഫ്ലെക്സിബിളായിട്ടിങ്ങനെ കളിക്കുന്ന ആ കാര്യമേ അറിയത്തില്ല. ഡാൻസിന് ഞാൻ. പക്ഷേ എനിക്കങ്ങ് എന്നാന്നറിയത്തില്ല, ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ചാടി കയറി മിസ്സിൻ്റെയും പിന്നെ എൻ്റെ കൂട്ടുകാരവരെല്ലാവരുടെ മക്കൾ എല്ലാവരും പെൺകുഞ്ഞുങ്ങളെ പിന്നെ എവിടെ കണ്ടാലും ഞാൻ വാരിപ്പുണരും. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഡാൻസ് കളിച്ച കുഞ്ഞുങ്ങൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ അലറിക്കോയി. നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 വരെ എങ്ങനെ സമയം പോയെന്നറിയത്തില്ല. അതുപോലെ ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. പിന്നെ ഇതെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ ആണ്. ആരും പ്രോഗ്രാം തീരുന്നവരെ ഇരുന്നതല്ലാതെ ആരും പോയില്ല കേട്ടോ. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് മിസ്സ് മൊമെൻറ്റോ ഒക്കെ തന്നു. 1,60,60,000 രൂപയ്ക്ക് വരെ, പിന്നെ 1,60,60,000 രൂപ ഒരാഴ്ച കൊണ്ടോ 2 മാസം കൊണ്ടോ അതോ ക്രിസ്മസിൻ്റെ ആ ഒരു മാസം കൊണ്ടോ കറക്റ്റ് മാസങ്ങൾ ഓർക്കുന്നില്ലേ, ഈ സീസണിൽ നേടിയവരുണ്ട് കേട്ടോ. എന്നെപ്പോലെല്ലാം മടിയില്ലാതെ എല്ലാം ചെയ്യുന്നവരാട്ടോ. ഞങ്ങൾ ഗ്രൂപ്പ് സോങ്ങാണ് ലാസ്റ്റ്
പിന്നെ ക്ലാസ്മേറ്റിൻ്റെ പാട്ടും വേറെ ലാസ്റ്റ് 2 പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പായിട്ട് ഞങ്ങൾ റൗണ്ടിൽ നിന്ന് പിന്നെ പക്ഷേ പാട്ടൊക്കെ പാടി ഇടയ്ക്ക് കറണ്ട് കോപ്പിറൈറ്റ് കിട്ടി. ഞങ്ങൾ ഒട്ടും വിട്ടുകൊടുത്തില്ല. എല്ലാവരും മൊബൈലൊക്കെ ഓൺ ചെയ്ത് അതൊക്കെ പാടി ഭയങ്കര നല്ല പറഞ്ഞറിയിക്കാൻ സന്തോഷമായിരുന്നു. ആരണ്ണും ബോറടിക്കാതെ ആരണ്ണും അത്രയും സമയം എന്ന് പറയുമ്പോൾ ആരൻ്റെ പ്രായമുള്ളൊരു ആളൊന്നും ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ ആരണ്ണും ബോറടിച്ചില്ല. ഇതെനിക്ക് കിട്ടിയ മൊമെൻറ്റോ ആണ്. മിസ്സ് തന്ന റെസിപ്പി ബുക്കാണത്. വേറെ റെസിപ്പി ബുക്കൊക്കെ ഞങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 2024 സെപ്റ്റംബറിലാണ് ഞാൻ പഠിച്ചത്. പക്ഷെങ്കിൽ 15 ദിവസത്തെ ക്ലാസ്, 14 ആദ്യം 4 ദിവസം പിന്നെ 10 ദിവസം. എന്നിട്ട് പക്ഷേ ഇത്രയും നാളായിട്ടും മിസ്സ് പിന്നെയും ഞങ്ങളുടെ പുറകെ എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾക്ക് സൂം മീറ്റിംഗ് ഉണ്ട്. അതിനകത്ത് റെസിപ്പിയൊക്കെ ഉണ്ട്. ഞങ്ങളെപ്പറ്റി മിസ്സ് ഞങ്ങൾക്ക് കച്ചവടം കിട്ടിയതും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം മിസ്സ് ആ സൂം മീറ്റിങ്ങിൽ തിരക്കും. സംശയമുള്ളതെല്ലാം പറഞ്ഞു തരും. അങ്ങനെ പുറകെ നടക്കുക മിസ്സ് കേട്ടോ. ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ കൂടെ നിന്ന് സാറും മിസ്സും കൂടെ ഇതുപോലെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ജീവിതത്തിലാദ്യ ഒരു ലീഡർഷിപ്പ്, ഒരു ഗൈഡൻസ് ഞങ്ങൾ അത് അനുഭവിച്ചറിയുന്നത്. പഠിപ്പിച്ചു പൈസ വാങ്ങിച്ച് അവരവരുടെ കാര്യം നോക്കി പോയെന്നുള്ളതല്ലാതെ ആദ്യമായിട്ട് ല്ലേ അല്ല ഗായ്സ് നമ്മളിപ്പോ വണ്ടി എടുത്ത് പോകാൻ പോകുകയാണ്. നമ്മളിതാ പോവുകയാണ്. ഇത് നമ്മുടെ ആരണാണ്. ആരണ് ലൈസൻസ് ഒക്കെ കിട്ടി. അവരിങ്ങനെ മൂത്ത മോളുടെ ബുള്ളറ്റ് ഓടിച്ച് ആരൻ ഇങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള ചെറിയ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുക. ഇത് അനീത്തയുടെ നടുക്കത്തെ 3 പിള്ളേർ അവൾക്കുള്ള. മൂത്തതൊരു പെങ്കൊച്ച്, അവൾ എൻജിനീയറിങ് പഠിക്കുന്നു എറണാകുളത്ത്. ഇവൻ രണ്ടാമതാണ്. ഇവൻ ഭയങ്കര കുസൃതിക്കാരനായിരുന്നു ചെറുപ്പത്തിൽ. ഇപ്പോൾ ഭയങ്കര പക്വതയായി. ഓട്ടോമൊബൈൽ എൻജിനീയറിങ് പഠിക്കുകയാണ്. 17 വയസ്സേ ഉള്ളൂ. 18 ആകാൻ നോക്കിയിരിക്കുക ലൈസൻസ് എടുക്കാൻ. ഭയങ്കര വണ്ടിപ്രേമം. എൻ്റെ പൊന്നോ, അവൻ്റെ റൂം നിറച്ച് കാറുകളാണ്. ഈ ടോയ് ഇപ്രാവശ്യം ഞാൻ 2 കുഞ്ഞി കാറ് എപ്പോൾ കണ്ടാലും അവന് ഇങ്ങനെ എല്ലാവരും കാറ് വാങ്ങിച്ചു കൊടുത്താൽ മതി. കാറ്, ബൈക്ക്, അങ്ങനെയുള്ള ടോയ് വാങ്ങിച്ചു കൊടുത്താൽ മതി. അവൻ്റെ വീട്ടിൽ ഇതാ ആ കിടക്കുന്ന ക്രെറ്റായും ഈയിടെ വേറെ ഒരു കാറ് പുതിയത് ടാറ്റയുടെ ടിയാഗോ അപ്പൻ പുതിയതൊരെണ്ണം വാങ്ങിച്ചു കൊടുത്തു. ബുള്ളറ്റുണ്ട്, സ്കൂട്ടറുണ്ട്, സൈക്കിളുണ്ട്, എല്ലാം ഉണ്ട്. ഭയങ്കര വണ്ടിപ്രേമക്കാരൻ. 3 മക്കൾ. ഇളയവൻ 4ൽ പഠിക്കുന്നു. ഇതാ അനീത്തയുടെ വീട് കേട്ടോ. എറണാകുളത്ത് വടുതലയില. പിന്നെ അനീത്തി MSc B.Ed ടീച്ചറാണ്. ഹസ്ബൻഡ് ഇപ്പം അമേരിക്കയിലാണ്. ഒരു ഐലൻഡുണ്ട്, മാർഷൽ ഐലൻഡ് എന്ന് പറയുന്ന അമേരിക്ക. അവിടെയാണ്. കാരണം ഈ അമേരിക്കൻ പട്ടാള ക്യാമ്പിലാണ് പുള്ളിക്കാരൻ. അപ്പം പുള്ളി ഓരോ സ്ഥലത്ത് ഇങ്ങനെ മാറിയ അതായത് പണ്ട് പുള്ളി മസ്കറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അഫ്ഗാനിസ്ഥാൻ, കുവൈറ്റ്, അങ്ങനെ ഓരോ സ്ഥലങ്ങൾ. ഇപ്പം ലാസ്റ്റ് പുള്ളി അമേരിക്കയിലെ മാർഷൽ ഐലൻഡിലാണ്. പിന്നെ അങ്ങനെയൊക്കെ പോകുന്നു ഓരോ കാര്യങ്ങൾ. 3 ദിവസം എറണാകുളത്തായിരുന്നു കേട്ടോ.